ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ കപ്പിൻ്റെ ഡ്രോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറിൽ വരും മാസത്തിലാണ് സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിലാണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഡ്രോയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് എയിലേക്ക് പോവുകയാണെങ്കിൽ മോഹൻ ബഗാൻ, ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ, റിയൽ കാശ്മീർ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഡിയിലാണ്. പിന്നെ ഗ്രൂപ്പ് ബി നോക്കുകയാണെങ്കിൽ FC ഗോവ, ജംഷഡ്പൂർ FC, അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഇന്റർ കാശി എന്നിവരാണ്. പിന്നെ ഗ്രൂപ്പ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബംഗളൂരു, അതുപോലെ മുഹമ്മദൻ SC, പഞ്ചാബ്, ഗോകുലം കേരള എന്നിവരാണ് ഗ്രൂപ്പ് സിയിലുള്ളത്. പിന്നെ ഗ്രൂപ്പ് ഡിയിലേക്ക് വരികയാണെങ്കിൽ മുംബൈ സിറ്റി, കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ് FC, അതുപോലെ രാജസ്ഥാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിലുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഈ ഗ്രൂപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഈ തമ്മിൽ ഭേദം എന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഈ ഒരു ഗ്രൂപ്പ് ഒരു ഈസി ഗ്രൂപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മറ്റുള്ള ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ FC ഗോവ, ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നീ ടീമുകളുണ്ട്. അവരൊക്കെ ഡുറണ്ട് കപ്പ് കളിച്ച് നിൽക്കുകയാണ്. അവരൊക്കെ നേരത്തെ പ്രീ സീസൺ ആരംഭിച്ച ടീമാണ്. നോർത്ത് ഈസ്റ്റൊക്കെ ഫുൾ സ്ക്വാഡ് ഉണ്ട്. ഫോറിൻ പ്ലേയേഴ്സ് FC ഗോവയായാലും അതുപോലെ പിന്നെ മേലത്തെ ഗ്രൂപ്പിലാണെങ്കിൽ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ എല്ലാ ഫോറിൻ പ്ലേയേഴ്സിനും സൈൻ ചെയ്ത് അങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. പിന്നെ സി ഗ്രൂപ്പും കുറച്ചൊക്കെ ഒരു എളുപ്പമായിട്ടുള്ള ഗ്രൂപ്പാണ്. ബംഗളൂരും, മുഹമ്മദൻ SC, പഞ്ചാബും അവരൊരു അപ്പോൾ നമ്മളേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയും ഒക്കെ നമ്മൾ അതേ സിറ്റുവേഷനിലാണ്. എല്ലാം നിർത്തി വെച്ച് ആകെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മുംബൈ സിറ്റിയൊക്കെ. അവരിലൊക്കെ ആകെ ടിരി മാത്രമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ഫോറിൻ പ്ലേയേഴ്സൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് മുംബൈ സിറ്റി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി പോകാൻ പിന്നെ ഹൈദരാബാദ് FC ആണ്. ഹൈദരാബാദ് FCയുടെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. യാതൊരു വിവരമില്ല അവരെക്കുറിച്ചും. അപ്പോൾ പിന്നെ രാജസ്ഥാനുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇതിൽ വെച്ച് ഒരു ഈസി ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഗ്രൂപ്പൊക്കെ കടന്ന് പോകാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.